This call is now being recorded. This call is now taking notes. अस्तु सर्वेषां नमस्कारः सर्वेषां स्वागतम् वयं श्रीरामोदन्त पठनं कुर्मः अद्य 32तमं श्लोकं पठामः अस्तु गच्छन् सहानुजो राम कौशिकेन प्रचोदितः ताटकामवधीत् धीमान् लोकपीडनतत्पराम् तत्र वयम् उक्तवन्तः നമ്മൾ പറഞ്ഞു ഓരോന്നിന്റെയും ധാതുപദലകാര വിഷവചനങ്ങള് അന്തപദ അന്ത ലിംഗ വിഭക്തി വചനങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ അവിടെ ഗച്ഛൻ സഹാനുജ രാമ കൗശികേന പ്രചോദിത താടകാം അവധിയിൽ ഇമാൻ ലോകപീഡന തൽപരാം ഇങ്ങനെയാണ് വരുന്നത് അതില് അവധിയിൽ എന്നുള്ള ക്രിയാപദാണ് അവധിയിൽ എന്ന് പറഞ്ഞാൽ വധിച്ചു എന്നാണ് അർത്ഥം അവധിയിൽ അവധിയിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം കൊന്നു വധിച്ചു എന്നൊക്കെയാണ് അപ്പൊ അവിടെ കഹ് അവധിയിൽ രാമ അവധിയിൽ രാമസ്യ വിശേഷണം എന്തൊക്കെയാണുള്ളതെന്ന് പിന്നെ നോക്കുകയാണ് കീദൃശ രാമ സഹാനുജ രാമ സഹ അനുജ അനുജേന സഹ വർത്തതേ ഇതി സഹാനുജ അനുജേന സഹ വർത്തതേ ഇതി സഹാനുജ സഹാനുജ അനുജനോട് കൂടിയിട്ടുള്ളതായ രാമ അതാണ് സഹാനുജ രാമ അപ്പൊ സഹാനുജനായിട്ട് എന്താ ചെയ്യുന്നത് ഗച്ഛൻ സഹാനുജ ഗച്ഛൻ രാമ സഹാനുജനായിട്ട് ഗച്ഛനായിരിക്കുന്ന രാമൻ ഗച്ഛൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഗമനം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ എന്നാണ് ഗമനം ചെയ്തുകൊണ്ടിരിക്കുക പോവുക നടന്നുകൊണ്ടിരിക്കുക സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായ രാമൻ ആണ് സഹാനുജ സഹാനുജനായിട്ട് ഗച്ഛൻ അനുജനോടുകൂടി ഗമിച്ചുകൊണ്ടിരിക്കുന്ന രാമ പുനഃ കീദൃശ പ്രചോദിതനായിരിക്കുന്ന രാമ പ്രചോദനം ചെയ്യപ്പെട്ടയാൾ പ്രകരുഷേണ പ്രചോദിക്കപ്പെട്ടവൻ പ്രചോദിപ്പിക്കപ്പെട്ടവൻ പ്രചോദനം ചെയ്യപ്പെട്ടവൻ കേന പ്രചോദിത കൗശികേന പ്രചോദിത കൗശികനാൽ പ്രചോദിതനായ കൗശികൻ എന്ന് പറഞ്ഞാൽ ആരാണ് കൗശിക കുശികായ അപത്യം പുമാൻ കൗശിക വിശ്വാമിത്രനാണ് അപ്പൊ വിശ്വാമിത്രനാൽ പ്രചോദിതൻ വിശ്വാമിത്രനാണ് പ്രചോദിപ്പിച്ചത് അങ്ങനെ വിശ്വാമിത്രനാൽ പ്രചോദിപ്പിക്കപ്പെട്ടവനായിട്ട്
അവധിയിൽ, കാം അവധിയിൽ, താടകാം അവധിയിൽ, താടകയെ, താടകാം താടകയെ, താടകയെ അവധിയിൽ, താടകയെ കൊന്നു. കീദൃശാം താടകാം, എപ്രകാരമുള്ള താടകയാണ്? ലോകപീഡന തൽപരാം താടകാം, ലോകപീഡന തൽപരയായിരിക്കുന്ന, ലോകപീഡന തൽപരയായിരിക്കുന്ന, ലോകപീഡന തൽപരയായിരിക്കുന്ന താടകയെ, ലോകപീഡന തൽപരയായിരിക്കുന്ന താടകയെ, താടകാം അവധിയിൽ. അപ്പൊ നമുക്ക് കിട്ടുന്നത് സഹാനുജ ഗച്ഛൻ കൗശിക ഗച്ഛൻ രാമ, സഹാനുജ ഗച്ഛൻ രാമ കൗശികേന. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ധീമാൻ എന്നും കൂടി രാമന്റെ വിശേഷണമായിട്ടുണ്ട്. ധീമാൻ, ധീമാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ബുദ്ധിമാൻ. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ധീ ഉള്ള മനുഷ്യൻ, ഇംഗ്ലീഷല്ല, ധീയുള്ള മേനല്ല, ധീമത്, ധീമാനായിരിക്കുന്നയാള്, ധീയോട് കൂടിയ ആള് എന്നർത്ഥം. അപ്പൊ ധീമാൻ, ബുദ്ധിമാൻ എന്നർത്ഥം. അപ്പൊ ധീമാനും കൂടിയാണ്. അപ്പോ ധീമാനായതുകൊണ്ടാണ് കൗശികനാൽ പ്രചോദിക്കപ്പെട്ടിട്ട് ഈ ലോകപീഡന തൽപരയായിട്ടുള്ള താടകയെ വധിച്ചത്. മറ്റ് ആദ്യം ശ്രീരാമന് സംശയം ഉണ്ടായിരുന്നു. ശ്രീരാമൻ ചോദിച്ചു, ഇതൊരു സ്ത്രീയല്ലേ, സ്ത്രീയെ കൊല്ലുന്നത് തെറ്റല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോ അതിന് ഉത്തരമായിട്ട് ആ താടകയുടെ ഭീകര വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് ലോകപീഡനത്തിൽ തൽപരയാണ് എന്ന് ഉറപ്പായി. എന്ന് ഉറപ്പായതിനു ശേഷം ഇതിനെ കൊല്ലു തന്നെയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചു. അതുകൊണ്ടാണ് ബുദ്ധിമാൻ, ധീമാൻ എന്ന് പറഞ്ഞത്. അല്ലെങ്കിലും കൊല്ലില്ല, പേടിയായിരിക്കുമല്ലോ, കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമം ഉള്ളതുകൊണ്ട് പേടിയാണ്. പക്ഷെ ഇത് അതുകൊണ്ടാണ് ഇങ്ങനെ ആ തീരുമാനം കൃത്യമായിട്ട് എടുത്തു എന്നുള്ളത് കൊണ്ടാണ് ധീമാൻ എന്ന് പേര് പറയാൻ കാരണം. അങ്ങനെ ലോകപീഡന തൽപരാം താടകാം അവധിയിൽ. അപ്പം സഹാനുജ ഗച്ഛൻ രാമ കൗശികേന പ്രചോദിത ധീമാൻ ലോകപീഡന തൽപരാം താടകാം അവധിയിൽ എന്ന് അറിയാം. അപ്പൊ അങ്ങനെ ആകുമ്പോഴ് അനുജനോടുകൂടി പോകുന്നവനായ രാമൻ വിശ്വാമിത്ര മുനിയാൽ പ്രചോദിക്കപ്പെട്ട് ബുദ്ധിമാനായിട്ട് ലോകപീഡന തൽപരയായിരിക്കുന്ന താടകയെ വധിച്ചു. ഇനി അതല്ലെങ്കിൽ ഈ ധീമാൻ എന്നുള്ളതും കൂടി രാമ എന്നുള്ളതിന്റെ തൊട്ട് മുമ്പായിട്ട് വേണമെങ്കിൽ ചേർക്കാം. സഹാനുജ ഗച്ഛൻ എന്ന് കഴിഞ്ഞിട്ട് ധീമാൻ രാമ എന്ന് വേണമെങ്കിൽ ആവാം. അത് എവിടെ വേണേ ആവാം. സഹാനുജ ഗച്ഛൻ രാമ കൗശികേന പ്രചോദിത എന്ന് കഴിഞ്ഞിട്ട് ധീമാൻ വേണമെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ ഈ രാമ എന്നുള്ളതിന്റെ തൊട്ട് മുമ്പായിട്ടും ഒക്കെ ചേർക്കാം. അത് എവിടെയായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓരോ ദിക്കിൽ ചേർത്താലും അതാത് തരത്തിൽ അർത്ഥം വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അനുജനോടുകൂടി പോകുന്നവനായ രാമൻ കൗശികനാൽ പ്രചോദിക്കപ്പെട്ട് ബുദ്ധിയോട് കൂടിയിട്ട് ലോകപീഡന തൽപരയായിരിക്കുന്ന താടകയെ വധിച്ചു എന്നാണ് സാരം വരിക. അപ്പോ അനുജേന സഹവർത്തതേ ഇതി സഹാനുജ കൗശികേന എന്നുള്ളതിന് കുശികായ അപത്യം പുമാൻ, പിന്നെ കുശികസ്യ അപത്യം പുമാൻ എന്ന് ചിലതിൽ കാണുന്നുണ്ട്. പ്രചോദിത എന്ന് പറയുമ്പോൾ പ്രകർഷേണ ചോദിത, ലോകപീഡന തൽപരാം, ലോകപീഡനേ താൽപര്യം അസ്യാ അസ്തി ഇതി ലോകപീഡന തൽപരാ, തസ്യാം ലോകപീഡന തൽപര, തസ്യാമല്ല താം ലോകപീഡന തൽപരാം, ലോകപീഡനത്തിൽ താൽപര്യം ഇവൾക്ക് ഉണ്ട് എന്നതുകൊണ്ടാണ് ലോകപീഡന തൽപരാ, അവളെ ലോകപീഡന തൽപരാം. അങ്ങനെയാണ് ആ ഒരു ഇതുവരെ. കൂടുതലായിട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. ധീമാൻ രാമ, അത് ആദ്യം തന്നെ വേണമെങ്കിൽ ചേർക്കുകയും ചെയ്യാം. അതായത് ധർമാധർമ്മങ്ങളെ, ഈ ധീമാൻ എന്ന് പറയാനുള്ള കാരണം അതാണ്, ധർമാധർമ്മങ്ങളെ തിരിച്ചറിയത്തക്ക ബുദ്ധിശക്തിയുള്ള രാമൻ എന്നർത്ഥം.
അനുജനോട് കൂടി പോകുന്നവനായി അനുജനുമൊത്ത് പോകുമ്പോൾ എന്ന് താല്പര്യം. കൗശികേന പ്രചോദിത, കൗശികനാൽ വിശ്വാമിത്രനാൽ പ്രചോദിത സൻ പ്രചോദിതനായി ലോകപീഡന തൽപരാം താടക, ജനദ്രോഹ തൽപരയായ താടകയെ അവധീത് വധിച്ചു. ആ അവധിയിൽ എന്നുള്ളത് ഹനുധാതുവാണ്, ലുങ്ങാണ്, പരസ്മൈവതി പ്രഥമ പുരുഷൻ ഏകവചനം. ഹനുധാതു, ലുങ്, പരസ്മൈവതി പ്രഥമ പുരുഷൻ ഏകവചനാണ്. ഹന് എന്നുള്ള ധാതു, ലുങ്ങാണ്, പരസ്മൈവതിയാണ്, പ്രഥമ പുരുഷൻ ഏകവചനം. ഈ താടക ഒരു യക്ഷന്റെ പുത്രിയാണ്. സുഖേതു എന്നാണ് യക്ഷന്റെ പേര്. അഗസ്ത്യമുനിയുടെ ശാപം കൊണ്ടാണ് രാക്ഷസിയായിട്ട് മാറിയത്. ആയിരക്കണക്കിന് ആനയുടെ ശക്തി ഉണ്ടായിരുന്നു. ഈ താടകയുടെ പുത്രന്മാരാണ് മാരീചനും സുബാഹു. ഈ യാഗങ്ങളൊക്കെ മുടക്കുക, മനുഷ്യന്മാരെ അതുപോലെ മഹർഷിമാരെയൊക്കെ കൊന്നു തിന്ന, ഇങ്ങനെയൊക്കെ താടകയും ചെയ്യും, ഈ മക്കളൊക്കെ ചെയ്യും. അതുകൊണ്ട് സ്ത്രീയാണ് എന്നുണ്ടെങ്കിലും ഇവളെ കൊല്ലുന്നതിൽ, ദുഷ്ടയായിട്ടുള്ള ഇവളെ കൊല്ലുന്നതിൽ ധർമ്മത്തിന് ച്യുതിയില്ല എന്ന് വിശ്വാമിത്രൻ പറയാണ്. ആ ഉപദേശത്തിനനുസരിച്ചാണ് രാമൻ താടകയെ വധിച്ചത്. സജ്ജന സംരക്ഷണം എന്നുള്ളത് ക്ഷത്രിയന്മാരുടെ ധർമ്മമാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനിയിപ്പം അതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും. ഈ ലോകപീഡന തൽപരയുടെ സമാസം അത് പലതരത്തിൽ കാണാം. ലോകസ്യ പീഡനം, ലോകപീഡനം. ലോകസ്യ പീഡനം, ലോകപീഡനം. അത് വേണേ പറയാം. ലോകസ്യ ലോകപീഡനേ തൽപര, അതില് താല്പര്യമാകുമ്പോ ലോകപീഡനേ തൽപരയല്ലേ വരിക? താല്പര്യമാകുമ്പോ സപ്തമിയിലല്ലേ വരിക? ലോകപീഡനേ തൽപര, ലോകപീഡന തൽപര. അപ്പൊ ആദ്യത്തെ ഷഷ്ടിയിലും മറ്റത് സപ്തമിയിലും. അതെ, ലോകപീഡനെ തൽപര എന്നുള്ളതിനും താല്പര്യം ഉള്ളവൾ ആണ് തൽപര. അതെ, താല്പര്യം അസ്ഥി എന്നുള്ളത് കൊണ്ടാണ് തൽപര എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ലോകപീഡനെ താല്പര്യം അസ്ഥി, ഇത് ലോകപീഡന തൽപര, താം ലോകപീഡന തൽപരാം. അതെ, താം വരും തൽപരാം എന്ന് പറയുമ്പോ. അതെ അതെ, ദ്വിതീയാണല്ലോ താം എന്നുള്ളത്. അതെ അതെ അതെ. തൽപരാം താടകാം ദ്വിതീയമുണ്ട്. അല്ല, ഇപ്പൊ താല്പര്യം കൊണ്ട് സപ്തമി ആണോ ചോദിക്കൊക്കെ ഒരു സംശയം ചോദിച്ചത് അത്ര. ഏതാ തൽപര എന്നുള്ളത്? സപ്തമിയിലാണോ വരികന്ന്? അല്ല, തൽപരാം എന്നുള്ളത് ദ്വിതീയാണ്. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. തൽപര എന്നുള്ള വാക്ക് വരുമ്പോ നിപുണ എന്നൊക്കെ പറയണ പോലെ തൽപര എന്നുള്ളത് സപ്തമിയിലാണോ വരികന്ന് ചോദിച്ചത്. ഏതാണ്? അല്ല, നിപുണ എന്നൊക്കെ ഉള്ള വാക്ക് വന്നാൽ സപ്തമിയിലല്ലേ യൂസ് ചെയ്യ? അതുപോലെ തൽപര എന്നുള്ളതിന് സപ്തമി ആണോന്ന്. അതെ, അതുകൊണ്ടാണ് ലോകപീഡനേ എന്ന് വരാൻ കാരണം. അതെ, അതാ ഞാൻ ചോദിച്ചത്. ലോകപീഡനേ തൽപര എന്നല്ലേ വരിക? അതുകൊണ്ടാണ്. ഈ സമാസത്തിന്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാ. അത് ഏത് സമാസം, അത് മാത്രമല്ല, സമാസം ഒരു തരത്തിലല്ലല്ലോ, 2-3 തരത്തിൽ ചിലപ്പോ സമാസങ്ങൾ വരാലോ. അതെ, അപ്പൊ ഏത് തരത്തിൽ സമാസിക്കാലോ അല്ലേ? ധന്യവാദം. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?